ഞാൻ ഉണ്ട് ഇവിടത്തെ കോൺക്രീറ്റ് വരെ തേഞ്ഞു. നീ എന്നോട് ദയ കാണിക്കില്ലേ? നിലവിളക്കിന്റെ അടുത്ത് എത്തിയ കുഞ്ഞലക്ഷ്മി. ഇപ്പൊ എത്തും. ഭഗവാനെ രക്ഷിക്കണേ. ഒരു കുഞ്ഞുകാലി കാണിച്ചു തരണേ. മാഷ് വിളിച്ചോ? ഞാനും കേട്ടു. നീ കേട്ടാ? ഞാൻ കേട്ടു. വിളിച്ചാ വിളി കേൾക്കണ ദൈവമാണെന്ന് തിരുമേനി പറഞ്ഞത് സത്യാണ്. ഭഗവാനെ ശിവായ നമഃ ശിവായ നമഃ ശിവായ. മുട്ടപ്പൊടി നിന്നെ നിങ്ങൾ എന്ത് പണിയാന്ന് കാണിക്കുന്നേ? നിങ്ങളെ തരാത്തൊരു സ്ഥലം ബാക്കിയില്ല. തെരയാനെന്താ? ഞങ്ങളവിടെ കുഴിച്ചിട്ടിരിക്കുക. താൻ എന്ത് തെമ്മാടിത്തോടോ കാണിച്ചേ? ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. നമ്മളതിന് അഹിന്ദു മുസ്ലിം അല്ലേ? ഓ എടോ കഴുതി, അത് തന്നെ ഞാൻ പറയണേ. വേഗം പുറത്തിറങ്ങാൻ. എടോ പുറത്തിറങ്ങാൻ. ആരെങ്കിലും കണ്ടാ തന്നെ കൊന്നു കുഴിച്ചു മൂടും. നമ്മളെ കൊന്നിട്ടല്ല കുഴിച്ചു മൂടുക, നിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടാൻ അവിടെ ആള് റെഡി ആയിരിക്ക. ആര്? സ്കൂളിൽ ഡിഒ വന്നിട്ടുണ്ട് മാസ്റ്റർ. എന്റെ ഈശ്വര. സ്കൂൾ നടത്തുമ്പോ അതിന്റേതായ ഉത്തരവാദിത്വം വേണം. വർക്ക് ചാർട്ട് ചെയ്യാൻ പോലെ ഇവിടെ ഒരാളില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സർക്കാരിന് എഴുതി കൊടുക്കണം. അല്ലാതെ സ്വന്തം സ്കൂളാന്ന് കരുതി തന്നിഷ്ടത്തിന് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടാ. എന്താ 1-ാം തീയതി എന്തോ ആകാന്നാണോ? അതുകൊണ്ടല്ല. എല്ലാ 1-ാം തീയതിയും ഞങ്ങൾക്ക് അമ്പലത്തിൽ ചില വഴിപാടുകളുണ്ട്. കുട്ടികളില്ലാത്തോണ്ട്. കുട്ടികളില്ലാത്ത ഡിവിഷൻ ഞാൻ കട്ട് ചെയ്യും. ഇതൊക്കെ അഡ്മിഷൻ സമയത്ത് നോക്കേണ്ട കാര്യങ്ങളാ, അല്ലാതെ വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല. സ്കൂളിലെ കുട്ടികളുടെ കാര്യമല്ല, അത് ആവശ്യത്തിനുണ്ട്. ഞങ്ങളുടെ സ്വന്തം കാര്യാ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള കൊതി കൊണ്ടാ. ഞങ്ങളെ അനുവദിക്കില്ലേ? ഇതിന് വല്ല ഹോസ്പിറ്റലിലും പോയി ചെക്കപ്പ് നടത്തണം. കുഴപ്പം ആർക്കാണെന്ന് അറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നല്ലേ ഉള്ളൂ. ചെക്കപ്പൊക്കെ നടത്തിയതാ. കുഞ്ഞലക്ഷ്മി, എന്താ അത്? കൊച്ചുകുട്ടികളെ പോലെ. എന്റെ കുഴപ്പം കൊണ്ട് മാഷക്ക് ഇങ്ങനൊരു നിർഭാഗ്യം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുത്തൂടെ? അത് പറഞ്ഞു ഞാൻ തോറ്റു. കേൾക്കണ്ടേ? വേണ്ട, അങ്ങനെ വല്ലവരുടെയും കുട്ടികളെ എടുത്ത് വളർത്താൻ എനിക്കിഷ്ടമില്ല. എങ്കിൽ പിന്നെ മാഷെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കും.